പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ദുഃഖത്തോടു കൂടിയാണ് രാവിലെ നമ്മൾ തിരുനക്കരയിലേക്ക് എത്തിയത്. തിരുനക്കര ബസ് സ്റ്റാൻഡിലൂടെ ബസ്സിനിടയിലൂടെ ക്രോസ് ചെയ്ത നമ്മളുടെ ഒരു സഹോദരിയായിട്ടുള്ള ഒരു യുവതിക്ക് തീർച്ചയായും വലിയ ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുക. ബസ് മുന്നോട്ടെടുക്കുന്നതിൽ ശ്രദ്ധയില്ലാതെ പോയതിനെ തുടർന്ന് ഒരു യുവതിയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുന്ന ദാരുണമായ കാര്യം നമ്മുടെ കോട്ടയം നിവാസികൾ ദർശിച്ചിരിക്കുക. ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അടിയന്തരമായി ഞങ്ങൾ ട്രാഫിക് പോലീസിനെ വിളിച്ചു വരുത്താനുള്ള ക്രമീകരണം ചെയ്യും. ഈ അപകടമുണ്ടായതിന് ഏറെ ദൂരെയൊന്നുമല്ല അവിടെ നമ്മളൊരു എയ്ഡ് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ എയ്ഡ് പോസ്റ്റിലെ പോലീസുകാരടക്കം ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ രാവിലെ തിരക്കുള്ള സമയങ്ങളിൽ, അതോടൊപ്പം വൈകുന്നേരങ്ങളിലെ തിരക്കുള്ള സമയങ്ങളിൽ, സ്കൂൾ കുട്ടികൾ കടന്നു വരുന്ന സമയങ്ങളിലൊക്കെ ശ്രദ്ധയോടുകൂടി പോലീസിൻ്റെ പെരുമാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമായി നിൽക്കുക. അതുകൊണ്ട് ആ തരത്തിലേക്കുള്ള പെരുമാറ്റം നടത്താൻ, ട്രാഫിക്കിനെ ക്രമീകരിക്കാൻ, വാഹനങ്ങളുടെ അമിതമായ വേഗത്തിൽ ഉള്ള ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് ബേയിലേക്കുള്ള കടന്നുവരവ് അത് നിയന്ത്രിക്കുന്നതിന് തീർച്ചയായും നടപടി ഉണ്ടാകും. ആ തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കും. അത് പാലിക്കാനുള്ള സംവിധാനം മേലുദ്യോഗസ്ഥരെ കൊണ്ട് നമ്മൾ ട്രാഫിക് സംവിധാനത്തിന് കൊടുക്കും എന്നുകൂടി സൂചിപ്പിക്കുക. ഇനിയൊരു അപകടം ഉണ്ടാകാതെ നമുക്ക് മുമ്പോട്ട് പോകണം. നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി ആളുകളാണ്. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോവുകയാണ്. ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നടപ്പാതകളടക്കം നമ്മൾ ക്രമീകരിക്കുന്നതിനുള്ള സാഹചര്യത്തിലേക്ക്, അതിന് വേണ്ടുന്ന തരത്തിലേക്കുള്ള PWD കൂടെ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും PWDയുടെ സഹായം ആ തരത്തിലേക്ക് വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ ഫുട്പാത്തുകളെ ക്രമീകരിക്കും. അവിടെ നമുക്ക് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, താൽക്കാലിക ഷെഡുകൾ അതൊക്കെ നമുക്ക് മാറ്റി പൊതുജനങ്ങളുടെ ജീവന് സുരക്ഷ കൊടുക്കുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റം ഉണ്ടാകും. അതോടൊപ്പം മാലിന്യം തള്ളുന്നത്, ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ടു ചില കളത്തിക്കടവടക്കമുള്ളിടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത്. ഞങ്ങൾ അവിടെ നമ്മുടെ കളത്തിക്കടവിലടക്കം, ജൂബിലി റോഡിലടക്കം, കോടിമതയിലടക്കം, അതോടൊപ്പം പടിഞ്ഞാറൻ ബൈപ്പാസിലടക്കം അങ്ങനെ ശുചിമുറി മാലിന്യം തള്ളുന്ന ആ പ്രദേശങ്ങളിലൊക്കെ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുക. ആ ക്യാമറ കൂടെ സ്ഥാപിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നവരുടെ പേരിലുള്ള നിയമ നടപടി കർക്കശനമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവിടെ നമ്മുടെ ശുചിമുറി മാലിന്യത്തിൻ്റെ കാര്യത്തിൽ നഗരസഭ അതിനുള്ള ഒരു MTU വാങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റാണ്. ആ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് അവിടെ അറിയിച്ചാൽ, അത് ബുക്ക് ചെയ്താൽ അവിടെ നമുക്ക് ആ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് വന്ന് അവിടെ ട്രീറ്റ് ചെയ്തുള്ള സാഹചര്യം ഒരുക്കും. ആ സാഹചര്യത്തിലേക്ക് എല്ലാവരും സഹകരിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. വലിയ രീതിയിലേക്ക് വരുന്ന വലിയ ടാങ്കർ ലോറിയിൽ വന്ന് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതോടൊപ്പം ആറുകളിലെ തോടുകളിലെ ജലമൊഴുക്കുള്ളിടത്തെല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യം നമുക്ക് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റും. ആ തരത്തിലേക്കുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാകണം. MTUവിൻ്റെ പ്രവർത്തനം നഗരസഭ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഈ നഗരസഭ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലെ ആവശ്യങ്ങൾക്കും അത് MTUവിൻ്റെ സിസ്റ്റം വന്ന് അവിടെ നമുക്ക് ആ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൻ്റെ പ്രവർത്തനം നടത്തി ശുചിമുറി മാലിന്യത്തെ സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പൂർണ്ണമായും ആളുകളുടെ സഹായം വേണം, സഹകരണം വേണം. ആ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.